എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ബാലന്റെ ഗോമതിയുടെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്കുമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. ശ്രീദേവിയെ കുറിച്ചുള്ള സ്വപ്നമൊക്കെ കണ്ട് വലിയ പാട്ടൊക്കെ വെച്ച് ആസ്വദിച്ച് ആനന്ദിങ്ങ് കിടക്കുവാണ്. ഈ സമയത്ത് ഇതൊന്നും അറിയത്തില്ലാതെ ധർമ്മം കിടന്ന് ഉറങ്ങുവാണ്. ധർമ്മനെ ഇതൊന്നും ബാധിക്കുന്ന കാര്യമേ ആയിരുന്നില്ല. പിന്നീട് ആനന്ദ് ഇങ്ങനെ കിടന്ന് ആലോചിച്ചു, ശ്രീദേവിനെ ഒന്ന് വിളിച്ചാലോ. ഒരു പക്ഷെ ഈ സമയത്ത് വിളിച്ച സംശയിക്കും. കുഴപ്പമൊന്നും ഉണ്ടായിരിക്കില്ല. അവരുടെ അമ്മയുടെ നമ്പറിലേക്ക് വിളിച്ച് അവൾക്കൊന്ന് ഫോൺ കൊടുക്കാൻ പറഞ്ഞാലോ. അങ്ങനെ കുറെ സമയം ആലോചിച്ച് കഴിഞ്ഞപ്പത്തിന് ആനന്ദിന് തോന്നി ഒന്ന് വിളിച്ചു നോക്കാന്ന് ഓർത്ത് നേരെ ശ്രീകലയുടെ നമ്പറിലേക്ക് വിളിക്കുകയാണ്. നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞപ്പത്തിനും ആദ്യം ശ്രീകല എടുത്തു. ഇതെന്താ ഈ രാത്രി ഈ സമയത്ത് എടുത്തു കഴിഞ്ഞപ്പത്തിന് ആനന്ദ് പറഞ്ഞു, അത് പിന്നെ ആന്റി ഞാനാന്ന് പറയണം. ഞാനെന്ന് പറഞ്ഞ ആരാ? ആനന്ദാന്ന് പറയണം. അയ്യോ മോനാണോ? എന്താ മോനെ? അല്ല അത് പിന്നെ ശ്രീദേവി അടുത്തുണ്ടോന്ന് ചോദിക്കണം. മോളത്തെ മുറിയിലാണല്ലോ എന്ന് പറയണം. അല്ല അത് പിന്നെ ആന്റി എന്താ കാര്യം? എന്താ ശ്രീദേവിക്ക് ഒന്ന് ഫോൺ കൊടുക്കാവെന്ന് ചോദിക്കും. അവസാനം ശരി കൊടുക്കാന്ന് പറയണം. ഇനിയിപ്പൊ കല്യാണമൊക്കെ ഉറപ്പിച്ചല്ലോ. അത് മാത്രല്ല അവര് തമ്മിൽ സംസാരിച്ച് കുറെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണമല്ലോ. ഞാൻ കൊണ്ടേ കൊടുക്കാന്ന് പറഞ്ഞിട്ട് പിന്നെ ശ്രീദേവിക്ക് കൊണ്ട് ഫോൺ കൊടുക്കാൻ ചെല്ലുവാണ്. ശ്രീദേവി പറഞ്ഞു വേണ്ടമ്മേന്ന് പറയാണ്, സംസാരിക്കാൻ പറയാണ്. പിന്നീട് ശ്രീദേവി ഫോൺ വാങ്ങി. എന്താ ആനന്ദേട്ടാ പറയാൻ പറയാണ്. അല്ല ഞാൻ ചുമ്മാ വിളിച്ച കിടന്നുറങ്ങുന്ന സമയത്ത് എനിക്ക് ഉറക്കം വന്നില്ല, അതുകൊണ്ട് ഞാൻ വിളിച്ചാന്ന് പറയണം. ഓ അതല്ലേ. അല്ല എന്താ കാര്യം എന്നൊക്കെ വെച്ച് പിന്നീട് കുറെ സമയം അവർ സംസാരിക്കുന്നുണ്ട്. കാരണം ആനന്ദ് തന്റെ മനസ്സിലുള്ള സ്വപ്നങ്ങളെ കുറിച്ചൊക്കെ പറയണം. ആനന്ദ് പറഞ്ഞു കുറെ കല്യാണം എനിക്ക് വന്നാ, പക്ഷെ ഇതിനായിട്ട് സെറ്റായില്ല. പക്ഷെ ദേവിയെ കണ്ടതിന് ശേഷം എനിക്ക് എന്താണെന്നറിയത്തില്ല, എന്റെ മനസ്സ് പറയുന്നു നീയാണ് എന്റെ ഭാര്യ എന്നുള്ള കാര്യമൊക്കെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടെന്നൊക്കെ പറയണം. ഇത് കേട്ട് കഴിഞ്ഞാൽ ശ്രീദേവി പറഞ്ഞു എനിക്കെന്താളും ആനന്ദേട്ടനെ ഭയങ്കര ഇഷ്ടമെന്നുള്ള കാര്യം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറയാണ്. ഒരു കാരണവശാലും ഇനി കല്യാണമൊന്നും മുടങ്ങിപ്പോയല്ലേ, എനിക്ക് നല്ല പേടിയുണ്ട്. ഇനിയിപ്പോ കല്യാണം മുടക്കാൻ ആരെങ്കിലും ശ്രമിക്കുമെന്ന്. അതൊന്നും ഓർത്ത് ആനന്ദേട്ടൻ വിഷമിക്കണ്ട. കല്യാണമൊന്നും മുടങ്ങാനൊന്നും പോകുന്നില്ലെന്ന് പറയാം. ഈ കല്യാണം നടന്നില്ലെങ്കിൽ പിന്നെ എനിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് ആനന്ദ് കുറെ സമയം സംസാരിക്കുന്നുണ്ട്. ദേവിക്ക് ഒരു കാര്യം മനസ്സിലായി. കാരണം ആനന്ദേട്ടൻ തന്റെ സൗന്ദര്യത്തെ മതിമറന്ന് വീണ്ടിരിക്കുന്നു. തന്നെ അത്രമാത്രം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ താൻ ആ മനുഷ്യനെ ചതിക്കുവാണല്ലോ എന്നൊരു ചിന്ത വന്നു കഴിഞ്ഞപ്പോഴത്തേനും ദേവിക്ക് ആകപ്പാടെ അസ്വസ്ഥത തോന്നി. വേണ്ടായിരുന്നു. പാവ ആനന്ദേട്ടനും തോന്നി ഇത്ര നല്ലൊരു സ്വഭാവമുള്ള ചെറുപ്പക്കാരനെയുള്ള താനും തന്റെ വീട്ടുകാരെയൊക്കെ ചതിക്കുന്നത് എന്ത് ചെയ്യാനെന്ന് പറ. ഇപ്പൊ ഒന്നും വരാത്തൊരവസ്ഥയെ. അങ്ങനെ കുറെ സമയങ്ങൾ സംസാരിച്ചിട്ടാണ് ഫോൺ വെക്കുന്നത്. അങ്ങനെ ഫോൺ വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും ആനന്ദിന് ഭയങ്കര സന്തോഷം തോന്നി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ദേവിയായിട്ട് സംസാരിക്കുന്നത്. ഈ സമയത്ത് മിത്ര പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും ആര്യം വന്നിട്ട് ചോദിച്ചു ചായ വല്ലതും എടുത്തോണ്ട് തന്നെന്ന് ചോദിക്കുക. വേണ്ട ആരും പോയി കിടന്നോളാൻ പറയണം. അതെ ഞാനിവിടെ ഇരുന്നോളാം, മിത്ര പഠിച്ചോ, മിത്ര പഠിച്ച് കിടന്നതിന് ശേഷം ഞാൻ കിടന്നോളാം എന്ന് പറയണം. അത് കുഴപ്പമില്ല, ആരും പകല് ജോലി ചെയ്ത് ക്ഷീണിച്ച് വന്നതല്ലേ, അതുകൊണ്ട് ആരും പോയി കിടന്നു, ഇനിയിപ്പൊ ആരും ഇരിക്കണ്ടെന്ന് പറയണം. പിന്നീട് ആരും എന്നാ ശരി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും കിടന്നോളാൻ പറഞ്ഞിട്ട് പോവാണ്. ആ സമയം മിത്ര കഴിച്ചു പാവം തനിക്ക് വേണ്ടി എത്രമാത്രം കഷ്ടപ്പെടുന്നേ. ഇന്ന് തന്നെയാണെങ്കിലും കുറെ വിഷമിക്കുന്നുണ്ട്. രാവിലെ വേറെ ജോലിക്ക് പോയിട്ട് അതിന് ശേഷമാണ് ഡെലിവറിക്ക് പോകുന്നത്. ഈ ചുമടും കാര്യങ്ങളും ഒക്കെ ആയിട്ട് എങ്ങനെയെങ്കിലും ആരിനെ കോളേജിലേക്ക് തിരികെ കൊണ്ടുവരണം. ആരിന്റെ പഠിപ്പ് ഒരു കാരണവശാലും മുടക്കാൻ പാടില്ല. തന്നെക്കാളും കൂടുതൽ അറിവും കാര്യങ്ങളൊക്കെ ആരിനുണ്ട്. പക്ഷെ ആരിനൊരു എവിടെയെങ്കിലും ഒരു പ്ലാറ്റ്ഫോം കിട്ടുവാണെങ്കിൽ ആരും നന്നായിട്ട് കയറിപ്പോവും. പക്ഷെ ഈ അവസ്ഥയിൽ തനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എങ്ങനെയെങ്കിലും ആ മിഥുനെ കണ്ടെത്തണം. ആ സ്വർണ്ണമൊക്കെ തിരികെ കൊടുക്കുവാണെങ്കിൽ തന്നെ പകുതി സമാധാനമായി. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി. സ്വർണ്ണം തിരികെ കൊടുക്കുവാണെങ്കിലോ ഒരു പക്ഷേങ്കിൽ ആരും വീട്ടിലേക്ക് പോവായിരിക്കും. അങ്ങനെ പോവാണെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെ തനിക്കൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ പഠനവും കാര്യങ്ങളും ഒക്കെ മുന്നോട്ട് പോയിക്കോളും. എങ്ങനെയെങ്കിലും അതിനെ പറഞ്ഞൊന്നും മനസ്സിലാക്കണം. അല്ലെങ്കിൽ താൻ എന്തെങ്കിലും ജോലിക്ക് പോകണം. താനും കൂടെ ഇവിടെ രണ്ടുപേരും കൂടെ കോളേജിൽ പോകണമെങ്കിൽ എന്തെങ്കിലും ജോലി തനിക്കൂടെ വേണം. എങ്ങനെ മാത്രം കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകത്തുള്ളൂ. ആരുടെ സ്വപ്നം എങ്ങനെ സബലീകരിച്ചു കൊടുക്കണം. IAS എന്ന മോഹം തനിക്ക് സാക്ഷാത്കരിക്കണം. അങ്ങനെ ആനൊരു പുതിയ ജീവിതം കൊടുക്കണം എന്നൊക്കെ 100 കൂട്ടം ചിന്തകളുമായിട്ട് മിത്ര ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നിട്ട് വാശിയോടുകൂടി പഠിക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോഴത്തേനും അലോകിനെ വിളിക്കുകയാണ് അച്യുതൻ വിളിച്ചിട്ട് എടാ മോനെ അപ്പുറത്തെ കല്യാണം ഒരു കാരണവശാലും നടക്കല്ലേ, നിനക്കറിയാലോ. അതൊക്കെ എനിക്കറിയാം അച്ഛാ. അതെ ഒരു കാര്യം ചെയ്യാം, ഉദയഭാനുവിന്റെ വീട് എവിടെയാ എങ്ങനെയാന്നൊക്കെയാന്ന് അന്വേഷിക്കാന്ന് പറയണം. പിന്നീട് അലോക് എന്ത് ചെയ്യുവാണ്, ഉദയഭാനു എവിടെയാ താമസിക്കുക എന്നൊക്കെ അന്വേഷിച്ചറിയണം. അപ്പൊ ഉദയഭാനുവിന്റെ അഡ്രസ്സ് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഉദയഭാനുവിന്റെ വീടിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ കിട്ടുവാണ്. അയാൾ എവിടെ താമസിക്കുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ അറിയുവാണ്. അങ്ങനെ അങ്ങോട്ടേക്ക് പോകാൻ തന്നെ തീരുമാനിച്ചു. ഈ സമയം അച്യുതനോട് പറഞ്ഞു അച്ഛ നമ്മളവിടെ ചെന്നിട്ട് എന്ത് ചെയ്യാനാ, അതൊക്കെ ഉണ്ടാ, ഞാൻ എന്ത് കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്തോളാം, ആ കാര്യം ഓർത്ത് വിഷമിക്കണ്ട.
എന്താണെങ്കിലും ഇതിനു മുമ്പത്തെ കല്യാണമൊക്കെ മുടക്കിയതല്ലേ, പിന്നെ ഇത് മുടക്കാനാണോ ബുദ്ധിമുട്ടിക്കുന്നത്, നീ ധൈര്യമായിട്ട് പോരാൻ പറയണ. അങ്ങനെ അലോകിനെ കൂട്ടിക്കൊണ്ട് പോവാണ്. അങ്ങനെ അവര് നേരെ ഉദയഭാന്റെ വീടിന്റെ അടിച്ചത് കോളിംഗ് ബെല്ല് അടിച്ചു. കോളിംഗ് ബെല്ല് അടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഉദയഭാന് ഹാളിലേക്ക് വന്നപ്പോഴത്തേനും സ്ത്രീകളെ വന്നിട്ട് അല്ല ആരോ കോളിംഗ് ബെല്ല് അടിച്ചല്ലോ, നമ്മളെ കാണാനായിട്ട് ഇങ്ങോട്ട് ആരെങ്കിലും അന്വേഷിച്ചോണ്ടേ, ഇപ്പൊ ബാലന്റെ കുടുംബക്കാരും മറ്റോ ആണോ, എന്തെങ്കിലും ആവശ്യത്തിന് വന്നാണല്ലോ, പറയാൻ പറ്റില്ല. അങ്ങനെ വന്ന് ജെല്ലിൽ കൂടെ പതുക്കെ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും പുറത്തു വയ്ക്കുന്ന ആൾക്കാരെ കണ്ടത് ഒരു നിമിഷം ഉദയഭാനൊന്ന് ഞെട്ടി. ഇവരെന്തിനാ പോലെ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? നേരെ സ്ത്രീകളുടെ അടുത്ത് നിന്നിട്ട് കുഴപ്പമായടി സ്ത്രീകളെന്ന് പറയണേ. എന്താ കാര്യം? ഇതേ അവര് വന്നിരിക്കുന്നു. ആര്? ബാലന്റെ വീട്ടുകാരാണോ? അതല്ലടി, ബാലന്റെ ബന്ധുക്കാരാ വന്നിരിക്കുന്നത്. അതിനിപ്പോ എന്താ മനുഷ്യ, നിങ്ങൾ പോയി കഥവ് തുറക്കാൻ പറയണം. എന്താ നിനക്ക് 5 പൈസയുടെ വെളിവും ബോധമില്ലെന്ന് പറയണേ. ദേ ഇപ്പൊ ചെന്ന് കഥവ് തുറന്നിട്ട് നമ്മുടെ ഈ കോലത്തിൽ കാണില്ലേ, നമ്മള് വലിയ പൈസക്കാരാന്ന് വിചാരിച്ചല്ലേ ഇരിക്കുന്നേ. അപ്പൊ ഇനി എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്യാം, നമുക്കിവിടെ മുകളിലേക്ക് പോവാം. ഇപ്പൊ ഇവരിവിടെ ഉണ്ടല്ലോ, ഇവരുടെ കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ പറയാം. ഞങ്ങൾ ഇവിടെ ഇല്ല, അച്ഛനും അമ്മ ഇവിടെ ഇല്ലെന്ന് പറ. എങ്ങനെ പറയാനാ, എനിക്ക് പറ്റില്ല. ശ്രീദേവി പറഞ്ഞു. മോളെ ദേ അവരെന്തിനാ വന്നേക്കെന്ന് അറിയത്തില്ല, അതുകൊണ്ട് നീ പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞു വിടാൻ നോക്ക്. ബാലന്റെ എതിരാളികളാ കൃഷ്ണമംഗലംകാരാ, അവർ തമ്മിൽ എന്തൊക്കെയോ ഇഷ്യൂസ് ഉണ്ടെന്ന് അറിഞ്ഞു. ഒരു പക്ഷേങ്കിൽ എന്താ ഞാൻ വന്നേക്കെന്ന് അറിയത്തില്ല, ചോദിച്ചിട്ട് അച്ഛനും അമ്മ അവിടെ ഇല്ലെന്ന് മാത്രം പറഞ്ഞാൽ മതി എന്ന് പറയണം. ശരി, പിന്നെ കൂടുതൽ കയറ്റി സൽക്കരിക്കാനൊന്നും പോകണ്ടെന്ന് പറയണം. ശരിയെന്ന് പറയാൻ ഞങ്ങൾ മുകളത്തെ മുറിയിലേക്ക് പൊയ്ക്കോളാന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും അങ്ങോട്ട് പോവാണ്. ഈ സമയം ശ്രീദേവിക്ക് ഭയങ്കര ടെൻഷനാ. ശ്രീവിദ്യയോട് ഇനി നമ്മൾ എന്ത് ചെയ്യും? വാ കഥ തുറക്കാതിരിക്കാൻ പറ്റില്ലോ. വീണ്ടും കോളിംഗ് ബെല്ല് അടിക്കുകയാണ്. അങ്ങനെ കോളിംഗ് ബെല്ല് അടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ശ്രീദേവി പറഞ്ഞു തുറക്കാന്ന് പറയണം. അങ്ങനെ പോയി കഥ തുറക്കുകയാണ്. കഥ തുറന്ന് രണ്ടുപേരും കൂടെ പുറത്തേക്ക് വരണം. ഈ സമയം അച്യുതനും അലോകും അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഒരു നിമിഷം അലോക് അടിമുടി ഒന്ന് നോക്കി ശ്രീദേവിനെ. ശ്രീദേവിനെ കണ്ടതും അലോകിന് ഭയങ്കര ഇഷ്ടപ്പെടും. നല്ല നാടൻ നല്ല സൗന്ദര്യമുണ്ട്. പിന്നീട് ശ്രീദേവി ചോദിച്ചു, ഒന്നും അറിയത്തില്ലാത്ത മടി ചോദിച്ചു, ആരാ എന്താന്നൊക്കെ ചോദിക്കുകയാണ്. അല്ല അത് പിന്നെ ഞങ്ങള് കൃഷ്ണമംഗലത്ത് നിന്നാന്ന് പറയാണ്. കൃഷ്ണമംഗലത്ത് നിന്നോ? അതാരാ? അത് പിന്നെ ദേവമംഗലത്തിന്റെ അറിയാലോ, അവിടുത്തെ ആലോചനയായിട്ടാണല്ലോ ഇവിടെ വന്നിരിക്കുന്നേ. ഓ മനസ്സിലായി. അല്ല എന്താ വന്നേന്ന് ചോദിക്കുകയാണ്. ഈ സമയം അച്യുതൻ പറഞ്ഞു, അല്ല ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാണ്ടായിരുന്നു. അച്ഛനും അമ്മ ഇവിടെ ഇല്ലെന്ന് ചോദിക്കുക. അല്ല അവരിവിടെ ഇല്ലല്ലോ എന്ന് പറയണം. അല്ല എവിടെ പോയി? അച്ഛനെന്തോ ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി പോയിരിക്കുക എന്ന് പറയണം. ഓ അങ്ങനെയാണല്ലേ. പിന്നീട് വിദ്യനെ നോക്കണം. വിദ്യ പെട്ടെന്ന് ചോദിച്ചു, അല്ല എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ്. അല്ല ഞങ്ങൾക്ക് അച്ഛനോടും അമ്മയോടും കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാണ്ടായിരുന്നു. ഒരു കാര്യം ചെയ്യാം, അവരുടെ ഫോൺ നമ്പർ ഒന്ന് തരാമെന്ന് ചോദിക്കുക. ഇത് കേട്ടതും ഒരു നിമിഷം വിദ്യനെ ഒന്ന് നോക്കി ശ്രീദേവി. അതിനെന്താ തരാലോ എന്ന് പറയാണ്. പിന്നീട് അകത്തേക്ക് പോയി ഫോൺ നമ്പർ എന്ന് പറഞ്ഞിട്ട് ഫോൺ നമ്പർ എടുത്തുകൊണ്ട് വന്ന് കൊടുക്കുവാണ്. ഇത് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും അലോക് പറഞ്ഞു, എന്നാൽ ശരി കാണാന്ന് പറയണം. അങ്ങനെ അവരും കൂടെ പുറത്തേക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേനും ശ്രീദേവി പറഞ്ഞു, ഇത് അത്ര നല്ലതിനുള്ള വരവാന്ന് തോന്നുന്നില്ല, മിക്കവാറും അച്ഛനെ അമ്മേനെ വിളിക്കൂ, എന്തോ കാര്യമുണ്ടെന്ന് പറയണം. അങ്ങനെയാണെങ്കിൽ മിക്കവാറും ഈ കല്യാണം മുടക്കാനുള്ള പ്ലാൻ ആയിരിക്കും എന്ന് പറയണം. കാരണം അവർ തമ്മിൽ ശത്രുതയാന്നുള്ള കാര്യം നേരത്തെ ഇവർക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും അലോക് പറഞ്ഞു, അല്ലച്ച ഇനിയിപ്പോ എന്ത് ചെയ്യാനാ പരിപാടി? ഫോൺ നമ്പർ കിട്ടിയല്ലോ, ഇനി നമുക്ക് പ്രശ്നമൊന്നുമില്ല, നമുക്ക് കാര്യങ്ങളൊക്കെ വിളിച്ച് പറയാം. ഇനിയിപ്പോ കാര്യങ്ങളൊക്കെ വിളിച്ച് വ്യക്തമായിട്ട് പറയുന്നതോട് കൂടിയിട്ട് ഈ കല്യാണം അങ്ങോട്ട് മുടയക്കോളൂ എന്ന് പറയാണ്. അങ്ങനെ അവരങ്ങോട്ട് പുറത്തേക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേനും ഉദയഭാനും ശ്രീകലം കൂടെ ഇറങ്ങി വന്നിട്ട് എന്താ കാര്യം എന്താ നിൽക്കും? അതെ അച്ഛനും അമ്മേനെ കാണാൻ വേണ്ടി വന്ന ഫോൺ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്, മിക്കവാറും വിളിക്കാൻ ചാൻസ് ഉണ്ടെന്ന് പറയണം അച്ഛൻ്റെ നമ്പറിലേക്ക്. വിളിക്കട്ടെ. കൃഷ്ണമംഗലത്തുള്ളതല്ലേ വന്നേ, കല്യാണം മുടക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി ആയിരിക്കും എന്ന് പറയാണ്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ഉദയഭാന്റെ ഫോണിലേക്ക് ആ കോള് വരുവാണ്. നോക്കി പരിചയമില്ലാത്ത നമ്പറേ. ദൈവമേ ഇതാരാ പോലും ഇനി വിളിക്കുന്നത്? എന്തായാലും പണി തരാനാണോ, ഇനി കടം തന്നവർ ഇനിയിപ്പോ ചോദിക്കാൻ വേണ്ടി വിളിക്കുന്നതാണോ? അങ്ങനെ ഒരു ടെൻഷനൊക്കെ ഉണ്ടാവുന്നുണ്ടായിരുന്നു. അങ്ങനെ അവസാനം ഉദയഭാനുണ്ട് സ്ത്രീകളോട്, നിങ്ങൾ കോൾ എടുക്കുക മനുഷ്യ, ആരാ എന്താണെന്ന് അറിയത്തില്ലെന്ന് പറയണം. അവസാനം കോൾ എടുക്കുവാണ്. ആരാ എന്താന്നൊക്കെ ചോദിക്കുകയാണ്. അതെ ഉദയഭാനു സാറല്ലേന്ന് ചോദിക്കും. അതെ എന്താ കാര്യം? ഞങ്ങൾ ചില കാര്യങ്ങൾ പറയാൻ വേണ്ടി വിളിച്ചാന്ന് പറയണ. അല്ല നിങ്ങളുടെ മോളുടെ കല്യാണമൊക്കെയാന്ന് അറിഞ്ഞു, അപ്പൊ അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാന്ന് പറയണ. എന്റെ മോളുടെ കല്യാണം അതെങ്ങനെ നിങ്ങൾ അറിഞ്ഞു? അത് പിന്നെ ഞങ്ങളെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു പറയണ. നിങ്ങൾ ആ ബാലന്റെ മൂത്ത മോനുമായിട്ടുള്ള കല്യാണം നടത്താല്ലേ, ഒരു കാരണവശാലും ആ കല്യാണം നടത്താൻ പാടില്ലെന്ന് പറയും. ഇത് കേട്ടത് ഉദയഭാനു ഞെട്ടൽ അഭിനയിച്ചുകൊണ്ട് ചോദിച്ചു, അതെന്താ? അല്ല പിന്നെ അവരത്ര ശരിയായ വീട്ടുകാരൊന്നുമല്ല, അവിടെ കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അവിടുത്തെ ഇളയ മോൻ ആര്യന് ഏതോ ഒരു പെണ്ണിന്റെ കുറെ സ്വർണ്ണമൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ട് വന്ന. അത് മാത്രമല്ല മൂത്ത മോൻ നിൽക്കുന്ന സമയത്താണ് ഇളയ 2 മക്കളുടെ കല്യാണം കഴിഞ്ഞ്. നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് പറയണ, സാറിനെ കൊണ്ടുള്ള സ്നേഹം കൊണ്ടൊക്കെ പറയുന്ന അതൊക്കെ പറഞ്ഞിട്ട് കുറെ നുണകളൊക്കെ അങ്ങ് കത്തിച്ചു വിടുകയാണ്. ഇതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോ ഉദയഭാനു പറഞ്ഞു, എന്നാൽ ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യുവാണ്. ഉദയഭാനു പറഞ്ഞു, ഇത് മിക്കവാറും ഇന്ന് വന്ന കൃഷ്ണമംഗലത്തുള്ള അവന്മാരായിരിക്കും എന്ന് പറയണ. ഇതോടെ സ്ത്രീകളോ അവരെന്താ പറഞ്ഞേ, ഈ കല്യാണം നടത്തല്ലേ പോലും. ഇത് കേട്ടത് ശ്രീദേവി പറഞ്ഞു, ഫസ്റ്റ് ആളോട് തന്നെ വിളിച്ചു പറയുന്നത്, എങ്ങനെയെങ്കിലും ഈ കല്യാണം നടത്താനായിട്ട്
ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ കല്യാണം മുടക്കണമെന്നും പറഞ്ഞ് ചിലര് പറയണേന്ന് പറയാണ്. ഇതോടെ ശ്രീകല പറഞ്ഞു, ഇപ്പൊ ഒരു കാര്യം മനസ്സിലായല്ലേ, ബാലന്റെ ശത്രുക്കൾ തന്നെ ഇതിന്റെ പിന്നിൽ നിന്ന്. അത് പിന്നെ ഞാൻ നിന്നോട് പറഞ്ഞ കാര്യല്ലേ ശ്രീകലെ, അതിന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കും. ദേ നമുക്ക് ഇത് വെച്ചൊരു കളി അങ്ങോട്ട് കളിക്കാന്ന് ഉദയഭാനു പറയാണ്. എന്ത് കളി എന്ന് ശ്രീകല ചോദിക്കണം. അതൊക്കെയുണ്ട്, ബാലനെ വിളിച്ച് നമുക്ക് പറയാം. ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ കേട്ടല്ലോ, സത്യമാണോ ബാല എന്ന് വിളിച്ച് ബാലനെ നമുക്ക് വിളിച്ചു ചോദിക്കാം, എങ്ങനെയുണ്ടെന്ന് ചോദിക്കുകയാണ്. അത് ശരിയാന്ന് പറയാണ്. പിന്നീട് ഉദയഭാനു ബാലനെ വിളിക്കുകയാണ്. ബാലനെ വിളിച്ചപ്പോ ബാലൻ അയ്യോ എന്താ ഉദയഭാനു സാർ വിളിച്ചെന്ന് ചോദിക്കുക. അല്ല അത് പിന്നെ ചില കാര്യങ്ങളൊക്കെ അറിയാണ്ടെന്ന് പറയാണ്. എന്താ കാര്യം? അല്ല എനിക്കൊരു കോള് വന്നിട്ടുണ്ടായിരുന്നു, ചിലരെ വിളിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞു പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴും ബാലനൊരു ഞെട്ടലുണ്ടായി. ബാലൻ പറഞ്ഞു, അത് പിന്നെ സാറിനോട് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുള്ള കാര്യമാണല്ലോ, അതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യമാണ്, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല ബാല. ഇതിനിപ്പം അതിന്റെ പേരിൽ ഒരു പ്രശ്നമൊന്നും ഉണ്ടാകാൻ പാടില്ല. എന്താണ് ഈ കല്യാണം വേണ്ടെന്ന് ഞാൻ വെക്കുന്നില്ല. ആനന്ദിനെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് കേട്ടത് ബാലന് എന്തെന്നില്ല സന്തോഷം. തന്റെ കുടുംബത്തെ നശിപ്പിക്കാൻ വേണ്ടി ആരോ തുനിഞ്ഞിറങ്ങിയിട്ടുണ്ട്. ഉറപ്പായിട്ടും മിക്കവാറും കൃഷ്ണമംഗലംകാരായിരിക്കും, അവരായിരിക്കില്ല ശത്രുക്കളായിട്ടുള്ളത്. പക്ഷെ ആനന്ദിന് വിവാഹം മുടങ്ങില്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പത്തേനും എന്തെന്നില്ല സന്തോഷമായിരുന്നു ബാലന്. ബാലൻ പിന്നീട് പറഞ്ഞു, അതെ സാറിന്റെ നല്ല കനിവ് കൊണ്ട്, അല്ലെങ്കിൽ ഒരു പക്ഷെ ഇങ്ങനെയൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേനും വേറെ ആരെങ്കിലും ആണെങ്കിൽ ഈ കല്യാണം വേണ്ടെന്ന് വെക്കത്തുള്ളൂ. സാറിന് അങ്ങനെയൊന്നും തോന്നിയില്ലോ, അത് സാറിന്റെ നല്ല മനസ്സുകൊണ്ടാന്ന് പറയാണ്. ഇതേട്ടോ ഉദയഭാനു പറഞ്ഞു, എന്റെ മോൾക്ക് ഞാൻ ആനന്ദിനെ ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഇനി അതിനകത്ത് ഇനിയിപ്പോ ആര് മുടക്കാൻ നോക്കിയാലും ഒരു മാറ്റം ഉണ്ടാവില്ല ബാല എന്നൊക്കെ പറഞ്ഞിട്ട് ബാലിനോട് സംസാരിക്കുകയാണ്. ബാലിന് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആകാശത്തിലും ഭൂമിയിലും അല്ലാത്തൊരവസ്ഥ നിൽക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.